സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം. 26,000 രൂപ കൊണ്ടുപോയി തൊലച്ചതിന് ബാലനും ഗോമതിയും ദേവിയോട് വലിയ ദേഷ്യത്തിലായിരുന്നു. കുറെ നാളായിട്ട് ദേവിയോട് പെരുമാറുന്നതേ ശരിയല്ലായിരുന്നു. അതിനിടയിലാണ് ദേവിയുടെ കുടുംബക്ഷേത്രത്തിലോട്ട് എല്ലാവരുമായിട്ട് പോകുന്നത്. ഉദയഭാനുവും ശ്രീകലയും തന്റെ മോളോട് ബാലനും ഗോമതിയും അവിടെ പെരുമാറുന്നത് ചോദിക്കാനായിട്ട് വന്നതായിരിക്കും. ബാലനാണെങ്കിൽ നല്ല കണക്കിന് മറുപടി കൊടുക്കുമ്പോ പിടിച്ചു നിൽക്കാനായിട്ട് പറയുന്നതായിരിക്കും. കുടുംബക്ഷേത്രത്തിലോട്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ചേർന്ന് പോകണം, അവിടെ ദേവിക്ക് പൊങ്കാലയിടണമെന്നൊക്കെ. ഉദയഭാനുവിന്റെയോ ശ്രീകലയുടെയോ കുടുംബക്ഷേത്രത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങി ആ നാട്ടിലോട്ട് പോവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ആരുടെയോ ഒരു കുടുംബക്ഷേത്രത്തിൽ പോയിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അവിടെ വെച്ചാണെങ്കിൽ ബാലൻ ഫോൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബാലന്റെ തലയിലോട്ട് ഷീറ്റെല്ലാം പൊളിഞ്ഞു വീഴാൻ നിൽക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവി ഓടി വന്ന് ബാലനെ തള്ളിയിട്ട് രക്ഷിക്കുക. ആ സമയത്ത് ദേവിയുടെ തലയെല്ലാം മുറിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തുന്ന ബാലന് ദേവിയോട് വല്ലാത്തൊരു സ്നേഹമായിരിക്കും. ദേവി മോള് തനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടത്തില് ബാലൻ ഇരിക്കുന്നു. ഗോമതിയാണെങ്കിൽ ദേവിയോട് പറയുന്നുണ്ട്, മോളെ ദേവി, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ബാലേട്ടാ, നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ബാലേട്ടന് വേണ്ടിയിട്ടാ ദേവി മോൾ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഞാൻ എന്തു പറയാനാ ഗോമതി, ദേവി മോളെ പോലൊരു മരുമകളെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാ ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാം. എന്നാ ദേവിമോൾ അങ്ങനെയല്ല. അവളിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. മോൾ എന്നോട് ക്ഷമിക്ക്. അയ്യോ, ബാലച്ചൻ എന്തിനാ എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നേ? ബാലച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി എനിക്ക്. മോളെ പോലെ ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ മരുമകളായി കിട്ടിയത് തന്നെ വലിയ കാര്യാ. മോൾ എന്തായാലും പോയിട്ട് റെസ്റ്റ് എടുക്ക്. ആനന്ദേ, മോളെ കൊണ്ടുപോയി റൂമിൽ കിടത്ത്. അങ്ങനെ ആനന്ദിനെ പറഞ്ഞു വിടുന്നു. ആനന്ദ് പോലും ദേവിയോട് മിണ്ടാതിരിക്കുമായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തില് ആനന്ദും ഗോമതിയും ബാലനും എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുവാണ്. ആനന്ദ് അങ്ങനെ റൂമിൽ കൊണ്ടിരുത്തുന്നു ദേവിയെ. ദേവിയാണെങ്കിൽ പറയുന്നുണ്ട്, ആനന്ദേട്ടൻ പൊക്കോ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. വേണ്ട, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. വേണ്ട ആനന്ദേട്ടാ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. തലയിലെ മുറിവ് ഇപ്പൊ വേദനയുണ്ടോ? ചെറിയൊരു വേദന, അതൊന്നും കുഴപ്പമില്ല. നിനക്ക് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും കഴിക്കാനോ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറ. ഏയ്, ഒന്നുമില്ല ആനന്ദേട്ടാ. എന്നാ നമുക്കേ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കേ ആ സിനിമ കാണാൻ വേണ്ടി പോവാം. ആനന്ദ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാണുമ്പോ ദേവി ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. കാരണം ഒന്ന് സംസാരിക്കാൻ കൊതിച്ചിട്ടുണ്ടായിരിക്കും ദേവി. ആ പ്രശ്നത്തിന്റെ ഇടയില് ആനന്ദായിരിക്കും കൂടുതൽ ദേവിയെ കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആശ്ചര്യത്തോടു കൂടിയാണ് ദേവി ഇങ്ങനെ നോക്കുന്നത്. ആനന്ദേട്ടാ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ആനന്ദേട്ടൻ പൊക്കോ. എന്നാ പിന്നെ നീ നല്ലപോലെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോട്ടെ. അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് ആനന്ദിന്റെ അടുത്ത്, എന്താ ആനന്ദേ, നീ എന്തിനാ മോളെ അവിടെ ആക്കി പോന്നത്? കുറച്ചു നേരം അവിടെ ഇരിക്കായിരുന്നില്ലേ? ദേവിക്ക് നല്ല ക്ഷീണമുണ്ട്, അവൾ ഉറങ്ങാണെന്നാ പറഞ്ഞത്. എന്നോട് പൊക്കോളാനായിട്ട് പറഞ്ഞു, അതാ ഞാൻ പോകുന്നത്. ആനന്ദേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ദേവി മോളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അവള് നല്ല കുട്ടിയാ. അവളുടെ മനസ്സ് വേദനിപ്പിച്ചാലേ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല. ഈ സമയത്തായിരിക്കും ആര്യൻ 10,000 രൂപ ബാലന്റെ കയ്യിൽ കൊടുക്കുന്നത്. ഇതച്ഛാ, ഈ പൈസ വാങ്ങിക്ക. ഞാൻ പറഞ്ഞതല്ലേ മാസം മാസം 10,000 രൂപ എന്റെയും മിത്രയുടെയും ചെലവിനായിട്ട് തരാ എന്ന്. അതുകൊണ്ട് അച്ഛൻ ഇത് വാങ്ങിക്ക. ഗോമതി പറയുന്നുണ്ട്, എന്താ ആര്യ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല അച്ഛാ, അച്ഛൻ ഇത് വാങ്ങിക്ക. ബാലനത് വാങ്ങിക്കുന്നുണ്ട്. എന്നാ അത് കാണുന്ന മിത്രയ്ക്ക് വലിയ അഭിമാനമായിരിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആര്യനെയും മിത്രയെയും ആയിരിക്കും. മിത്ര വലിയ സന്തോഷത്തിലിരിക്കുമായിരിക്കും. ആര്യൻ വന്ന് മിത്രയുടെ അടുത്ത് ഒരു കസാരയിട്ട് ഇരിക്കുന്നുണ്ട്. മിത്രേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ആര്യ, എന്താ കാര്യം? അല്ല, നീ ഇപ്പോ ട്യൂഷൻ എടുക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ ട്യൂഷനൊക്കെ എടുക്കും. വീട്ടിൽ വെച്ച് നടത്താൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഞാന് പുറത്തു പോയി ട്യൂഷൻ എടുക്കും. മാമനോട് അപ്പച്ചി ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മതം കിട്ടിയാല് ഞാൻ ട്യൂഷൻ എടുക്കാനൊക്കെ പോവും. അത് അപ്പോഴത്തെ കാര്യമല്ലേ. നീ ഒന്ന് കൈ നീട്ടിക്കേ. ഈ പൈസ വാങ്ങിക്ക്. നിന്റെ ചെലവിന് ഞാൻ തരുന്നതാ. എനിക്ക് വേണ്ട ആര്യ, എനിക്ക് ഈ പൈസയൊന്നും വേണ്ട. അതെന്താ? നീയേ അച്ഛന് 10,000 രൂപ കൊടുക്കുന്ന തന്നെ വലിയ കാര്യം. എനിക്കെന്തായാലും ഈ പൈസ വേണ്ട. അതെന്താ? ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ നിനക്ക് ഉപയോഗിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ?
അതല്ല ആര്യ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെലവാക്കണമെങ്കിൽ ഞാൻ തന്നെ ജോലിയെടുത്ത് ഉണ്ടാക്കുന്നല്ലേ നല്ലത്. നീ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നതാ. അതുകൊണ്ട് ഇത് നിന്റെ കയ്യിൽ തന്നെ വെക്ക്. എന്തായാലും നാളെ തന്നെ അപ്പച്ചി മാമൻ്റെ അടുത്ത് സമ്മതം ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കിക്കോളാം. ഇനിയിപ്പോൾ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിന്റെ അടുത്ത് ചോദിച്ചോളാം. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ പൈസ വേണ്ട. എന്നാ ശരി, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞല്ലോ ആര്യ എന്നും പറഞ്ഞ് രണ്ടുപേരും കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗോമതിയെയും ബാലനെയും ആയിരിക്കും. ഗോമതിയാണെങ്കിൽ ബാലനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ, ബാലേട്ടൻ എന്തിനാ ആര്യൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചത്? അതൊട്ടും ശരിയായില്ല. അത് ഞാൻ വാങ്ങിച്ചത് അവന് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവാനായിട്ടാ. എന്ത് ഉത്തരവാദിത്തം? ഇപ്പം നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞില്ലേ? ആര്യൻ്റെ ആയാലും ആകാശിൻ്റെ ആയാലും ആനന്ദിൻ്റെ ആയാലും. ബാലേട്ടൻ ഇങ്ങനെ എല്ലാവരുടെ പൈസ വാങ്ങി വെക്കുമ്പോൾ അവരുടെ ഭാര്യമാരൊക്കെ കരുതില്ലേ എല്ലാ പൈസയും ബാലേട്ടൻ തന്നെ ഇങ്ങനെ കൈനീട്ടി വാങ്ങിക്കുക, അവർക്കായിട്ടൊരു സേവിങ്സും ഇല്ലല്ലോ എന്ന്. ആരൊക്കെ എന്തൊക്കെ കരുതിയാലും എനിക്കറിയാം എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന്. അതല്ല ബാലേട്ടാ ഞാൻ പറഞ്ഞു വരുന്നേ. ആനന്ദാണെങ്കിൽ ജോലി ചെയ്യുന്ന പൈസ മുഴുവനായിട്ടും ബാലേട്ടൻ്റെ കൈ കൊണ്ടു തരുന്നുണ്ട്. പിന്നെ ആകാശിന്റെ കാര്യം, അവിടെ ജോലി ചെയ്യുന്നതിന് ആകാശിന് പൈസയൊന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ തന്നെ ആര്യൻ തന്ന പൈസയും കൈ നീട്ടി ബാലേട്ടൻ വാങ്ങി. ഒരു സമയത്ത് ഈ മിത്രയും മീനുവും ദേവിയൊക്കെ ബാലേട്ടനോട് അത് ചോദിച്ചാലോ? ആനന്ദ് തരുന്ന പൈസ മുഴുവനായിട്ടും ആനന്ദിന്റെ അക്കൗണ്ടിലോട്ട് ഇടുന്നു. ആകാശിനും മാസം മാസം ഇത്ര തുക എന്നും പറഞ്ഞ് ആകാശിന്റെ അക്കൗണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഇപ്പോ 10,000 രൂപ വെച്ച് ആര്യൻ തരുന്നതും ആര്യന്റെ അക്കൗണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല. എല്ലാവരും കാണുന്നത് ബാലേട്ടന്റെ വേറൊരു മുഖ. ഇക്കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നല്ലേ നല്ലത്. ആരോടും ഒന്നും പറയണ്ട. അവരധ്വാനിച്ച് എനിക്ക് തരുന്ന പൈസ അവർക്കായിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനുള്ളതാ. വീട്ടു ചെലവും മറ്റു ചെലവൊക്കെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ബാലേട്ടന്റെ ഈ സ്വഭാവം ഒന്നും അവരറിയുന്നില്ലല്ലോ. അവരെപ്പോഴെങ്കിലും അതൊക്കെ ചോദിച്ചാല് അത് വലിയ സങ്കടാവില്ലേ ബാലേട്ടന്? എന്റെ മക്കളെ അങ്ങനെയൊന്നും ചോദിക്കില്ല. വന്നു കയറിയ മരുമക്കളും അതുപോലൊക്കെ തന്നെയാ. എന്റെ മക്കൾക്ക് നാളെ ഒരു ആവശ്യം വന്നാലേ അവർക്കത് ഉപയോഗിക്കാനുള്ളതാ. ഇന്ന് തന്നെ എന്റെ ആരും കണ്ടില്ലേ, അവൻ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് ജോലി ചെയ്തിട്ടാ ഈ പൈസ എന്റെ കയ്യിൽ കൊണ്ടുവന്നത്. അവൻ മിടുക്കനാ, എന്നെ പോലെ തന്നെയാ. ഞാൻ അവനിൽ എന്നെ തന്നെയാ കാണുന്നത്. പണ്ട് ഈ ബാലൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാ എന്റെ ആര്യനും. ആ ദേഷ്യവും വാശിയും എല്ലാം എന്റെ മോനുണ്ട്. എന്നാലും ഇതൊന്നും ബാലേട്ടൻ തുറന്നു കാണിക്കില്ല. മക്കളുടെ മുൻപില് എന്തൊക്കെയാ കാണിക്കുക? പ്രത്യേകിച്ച് ആര്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതേ മിത്രയ്ക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ. അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവന് നല്ല ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ടുവാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതില് അവനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ബാലൻ പറയുന്നത് കേട്ട് ഗോമതി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ദേവി അടുക്കളയിലോട്ട് വരുന്നു. ചേച്ചി എന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറുന്നേ? ചേച്ചിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാറുന്നില്ലേ? ഞാൻ എല്ലാ ദിവസവും ഈ നേരത്തല്ലേ മീനു എണീക്കാറ്. അതുകൊണ്ടേ എനിക്ക് ആ നേരത്തെ എണീറ്റില്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലാത്ത പോലെയാ. എന്നാലേ ചേച്ചിക്ക് ഞാനൊരു ചൂട് ചായ ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. പിന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാനാണോ എനിക്ക് ഇത്ര പണി? ഇന്ന് ഞാൻ ചേച്ചിക്ക് ഉണ്ടാക്കി തരാം. ഇന്ന് എന്തു പറ്റി? ചേച്ചിയുടെ മുഖമൊന്നും വാടിയിരിക്കുന്ന പോലെ. ഒന്നും പറയണ്ട. അങ്ങനെ എല്ലായിടത്തൊന്നും നോക്കുന്നുണ്ട് ദേവി, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആനന്ദേട്ടൻ എന്നോട് സംസാരിക്കില്ലായിരുന്നല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിന് മറുപടി തരില്ലായിരുന്നു. ഇന്ന് രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് എന്റെ സാരി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് പോലും വലിയ തരത്തിൽ മറുപടി ഒന്നും തന്നില്ല. ആ പ്ലീറ്റ്സ് ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞപ്പോ എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞു പോയി. ആ ആള് എന്റെ തലയ്ക്കടി കിട്ടി ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നതെന്നറിയോ? എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? എങ്ങോട്ടെങ്കിലും പോവണോ? നമുക്ക് നാളെ സിനിമയ്ക്ക് പോവാം. അങ്ങനെ എന്തൊക്കെ ഓഫറാ എന്റെ മുൻപിൽ വെച്ചെന്നറിയോ? അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ പോലെ തോന്നുവാ. അത് മാത്രല്ല, ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയപ്പോ ഉടുത്ത സാരി നല്ല സാരിയായിരുന്നു. അത് നീ ഉടുത്തപ്പോ നിന്നെ കാണാൻ വലിയ ഭംഗിയായിരുന്നു. അങ്ങനെ എന്തൊക്കെയാന്നറിയോ ആനന്ദേട്ടൻ പറഞ്ഞത്? അത് കേട്ടപ്പോ എനിക്ക് എന്തോ പോലെയാ തോന്നിയത്. ആനന്ദേട്ടനോട് സ്നേഹമൊന്നും എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. എന്റെ ചേച്ചി, ഇതുപോലെ തന്നെയാ ഇവിടുത്തെ ആണുങ്ങൾ മൊത്തം. ഇതിപ്പോ അച്ഛന്റെ ജീവൻ രക്ഷിച്ചോണ്ട് ആനന്ദേട്ടന് കുറച്ച് സ്നേഹം കൂടി. പിന്നെ അച്ഛനും പറഞ്ഞല്ലോ, ദേവിയെപ്പോലൊരു പെൺകുട്ടിയെ ഈ വീട്ടിലെ മരുമകളായി കിട്ടിയത് വലിയ ഭാഗ്യാണെന്നൊക്കെ. അതൊക്കെ കേട്ടിട്ടാ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്നേ. അതിപ്പോ ഈ വീട്ടിലെ 3 ആൺമക്കളും അങ്ങനെ തന്നെയാ. അന്ന് തന്നെ
ഞാൻ ഈ ട്യൂഷന്റെ കാര്യത്തില് ഒന്ന് പെട്ടതാണല്ലോ. ആ സമയത്ത് ആകാശ് എന്റെ മുഖത്ത് പോലും നോക്കിയിരുന്നില്ല. ഇതേപോലെ തന്നെയായിരുന്നു അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടി എന്നോട് സംസാരിച്ച സമയത്ത് ആകാശും എന്നോട് സംസാരിച്ചു. അതുപോലെ തന്നെയായിരുന്നു മിത്രയോട് ആര്യനും ചെയ്തത്. പിന്നെ ആകാശ് എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ സ്നേഹിച്ച കല്യാണം കഴിച്ചത്. എൻ്റെ എല്ലാ സ്വഭാവവും അവൻ അറിയാം. എന്നിട്ട് പോലും അവൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഞാൻ എത്രയേറെ സങ്കടപ്പെടുന്നുണ്ട് ചേച്ചി. ഇവരെയൊന്നും തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ അങ്ങ് പോവാ, അത്രയും നടക്കൂ എന്നൊക്കെ മീനു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോമതിയെ ആയിരിക്കും. ഗോമതി അടുക്കളയില് ടെൻഷൻ അടിച്ച് കുക്ക് ചെയ്യായിരിക്കും. അങ്ങോട്ടേക്ക് മീനു വരുന്നുണ്ട്. കൂട്ടത്തില് നമ്മുടെ ദേവിയും ഉണ്ട്. മീനു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ പറ്റിയേ? അമ്മയുടെ മുഖത്ത് ഒരു വെപ്രാളം പോലെ. എന്ത് പറ്റാനാ? എനിക്കിവിടെ അമ്മായിമ്മയില്ലാത്ത കുറവ് ഒരുത്തി നികത്തുന്നുണ്ടല്ലോ. ആരെക്കുറിച്ച് അമ്മ പറയുന്നേ? മിത്രയെക്കുറിച്ച്. അവൾ എൻ്റെ സമാധാനം മൊത്തം കെടുത്തും. അതിനിപ്പോ എന്താ ഉണ്ടായത്? അവൾ എൻ്റെ അടുത്ത് ട്യൂഷൻ എടുക്കാൻ പോട്ടെ എന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറയാ. എനിക്കാണെങ്കിൽ ബാലേട്ടന് മുൻപിൽ എത്തുമ്പോഴേക്കും കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. ട്യൂഷന്റെ കാര്യം പറയുമ്പോഴേ എനിക്കെന്തോ പേടിയാവുക. അവളുടെ ഇടയ്ക്കത്തെ പെരുമാറ്റം കാണുമ്പോൾ അവൾ എൻ്റെ അമ്മായിമ്മയാണെന്ന് തോന്നും. അവളും ആര്യനും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ തുടങ്ങിയതാ. എന്താ അമ്മ പറഞ്ഞു വരുന്നേ? ആര്യനും അവളും കല്യാണം കഴിച്ചതല്ല, ആര്യനെയും മിത്രയെയും കല്യാണം കഴിപ്പിച്ചതാ. എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ തുടങ്ങിക്കോളും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? അപ്പോഴേക്കും മിത്ര വരുന്നുണ്ട്. എന്താ അപ്പച്ചി, ഇന്നലെ ഞാൻ പറഞ്ഞത് മാമനോട് പറഞ്ഞോ? അത് പിന്നെ എനിക്കാണെങ്കിൽ ബാലേട്ടനോട് പറയുമ്പോഴേ എന്തോ പേടിയാവാ. എനിക്ക് പറയാൻ പറ്റിയില്ല. എന്നാലേ ഇപ്പൊ തന്നെ പോയി പറ. കുറച്ചു നേരം കഴിഞ്ഞാല് മാമൻ കടയിലോട്ട് പോവും. അതിനു മുൻപേ അപ്പച്ചി പോയി പറഞ്ഞിട്ട് വന്നേ. അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് ഗോമതിയെ. അവിടെ എത്തുമ്പോ ഗോമതിക്ക് കൈയും കാലം വരയ്ക്കുക. അല്ല ബാലേട്ടാ, ബാലേട്ടന് ചായ വേണ്ടേ? ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ഗോമതി അടുക്കളയിലോട്ട് തന്നെ പോരുന്നുണ്ട്. ഓ, അപ്പോ അപ്പച്ചിക്ക് പറയാൻ പറ്റില്ല. എന്നാലേ ഞാൻ തന്നെ ചോദിച്ചോളാം. എന്റെ ആവശ്യമാണല്ലോ. അതെ, ഞാൻ തന്നെ പോയിട്ട് അനുവാദം വാങ്ങിച്ചോളാം. അങ്ങനെ അങ്ങോട്ടേക്ക് മിത്ര പോകുന്നുണ്ട്. മിത്രയുടെ പുറകെ പേടിച്ച് ഗോമതിയും മീനുവും ഒക്കെ ചെല്ലുന്നുണ്ട്. മാമ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മിത്രേ, എന്താ കാര്യം? അല്ല, ആര്യനിപ്പോ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജോലിക്കും പോകുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തില് കല്യാണം കഴിക്കേണ്ടി വന്നു. എന്നാലും ആര്യം പഠിക്കുന്നതിന്റെ കൂട്ടത്തില് ജോലി ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചെലവിന്റെ പൈസ മാമന്റെ കയ്യിൽ തരുന്നുണ്ട്. എനിക്ക് പഠിക്കുന്നതിന്റെ കൂട്ടത്തില് എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോട്ടെ. അതെന്തിനാ മിത്രേ നീ ഇപ്പൊ ട്യൂഷൻ എടുക്കാനൊക്കെ പോകുന്നേ? അതല്ല മാമ, അവൻ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാ പഠിക്കുന്നതിനൊപ്പം അവൻ ജോലി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സഹായം ആവില്ലേ? എനിക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാനോ എന്തെങ്കിലും ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കാനോ ബസ്സിന്റെ പൈസയോ എന്തെങ്കിലും ആയിട്ട് എനിക്ക് കിട്ടില്ലേ? അത് വലിയ സഹായമല്ലേ? ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ. അതുകൊണ്ടാ എനിക്ക് ട്യൂഷന് പോവാന് അനുവാദം തരണം. ട്യൂഷൻ എടുത്തു കൊടുത്താൽ കിട്ടുന്ന തുകയൊന്നും അത്ര വലുതല്ല. എന്നാലും എന്നെ കൊണ്ടാവുന്നത് എനിക്ക് സമ്പാദിക്കാലോ. ഇനിയിപ്പോ മാമന്റെ വാക്ക് കേട്ടില്ല എന്ന് കരുതരുത്. മാമൻ പറയുവാണ് പോവണ്ടെന്ന് പറഞ്ഞാല് ഞാനത് അനുസരിക്കുകയും ചെയ്യും. മാമനോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഞാന് ട്യൂഷൻ എടുക്കാൻ പൊക്കോട്ടെ എന്ന് മിത്ര ചോദിക്കുക. എന്നാ മിത്രയ്ക്കൊരു മറുപടിയും കൊടുക്കാതെ എല്ലാവരെയും കൂട്ടി കടയിലോട്ട് പോകുന്നുണ്ട്. മീനു മിത്രയോട് പറയുന്നുണ്ട്, എന്നാലും ഒരക്ഷരം പറഞ്ഞില്ലല്ലോ. വേണ്ടാന്നോ വേണോന്നോ അച്ഛൻ പറഞ്ഞില്ല. ഞാനെന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. ബാലേട്ടൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞാലോ? വേണ്ട അമ്മേ, അമ്മ ഇനി അങ്ങോട്ട് പോവണ്ട, അടുക്കളയിലോട്ട് വന്നേ. ഇതുപോലെ പുറകെ നടന്നിട്ടാ അച്ഛൻ ഇത്രയും ജാട കൂടുതല്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. എന്നാ ദേവി റൂമിലോട്ടാണ് പോകുന്നത്. ഈ സമയത്ത് ആര്യൻ മിത്രയോട് പറയുന്നുണ്ട്, മിത്രേ, എന്തായാലും നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് വല്ല ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? ഒരു തെറ്റുമില്ല. നീ പറഞ്ഞത് കറക്റ്റ് കാര്യ. നിന്റെ ആവശ്യം നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നത് നിന്നെ കൊണ്ട് ചോദിപ്പിക്കാതെ ഞാൻ തന്നെ പറയേണ്ടതായിരുന്നു. ഇപ്പൊ ആണെങ്കിലേ മാമൻ ഞാൻ പറയുന്നത് കേട്ടിരിക്കെങ്കിലും ചെയ്തു. നീയാണ് പറയുന്നെങ്കിലേ കേൾക്കാൻ പോലും സമയമില്ലാതെ എണീറ്റ് പോയേനെ. അതുകൊണ്ട് നീ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും അച്ഛൻ നിനക്ക് മറുപടി തന്നില്ലെങ്കിലും നീ പറയാനുള്ള മനസ്സ് കാണിച്ചില്ലേ? ഉറപ്പായിട്ടും അച്ഛൻ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് ആര്യം പറയുന്നു. ഇതെല്ലാം ദേവി കേൾക്കുന്നുണ്ടായിരിക്കും.
ദേവി വന്ന് മിത്രയോട് പറയുന്നുണ്ട്, എന്തായാലും ആര്യ നിനക്ക് നല്ല സപ്പോർട്ടല്ലേ, ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും മിത്രേ എന്ന് ദേവി പറയുന്നു. എന്തായാലും ഇന്നത്തെ റിവ്യൂ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നാളെ വീണ്ടും കാണാം. ബൈ.